ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ ഇഫ്താർ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ 2-3 റൂം അപ്പുറത്ത്, അപ്പോൾ ഫ്രണ്ട് പിന്നെ നൈബർ എല്ലാം കൂടെ ചേർന്നിട്ട്, അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മണി, ഒരു 6:15 ആയപ്പോഴത്തേനും നമ്മൾ റൂമിലേക്ക് എത്തി. അപ്പോൾ എല്ലാം വിളമ്പി വെച്ച് അവൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്കായിട്ട് അവൾ റെഡിയാക്കിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു സ്പെഷ്യലായിട്ടുള്ള പുഡിംഗ് ആയിരുന്നു. ബ്രെഡും അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ക്രീമും കുറച്ച് കൂടുതൽ നട്ട്സ് ഐറ്റംസും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള, വളരെ യമ്മി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിങ്. പിന്നെ എഗ് പപ്സ് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓവനിൽ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് പപ്സ്. പിന്നെ ഒരു പക്കോട ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ പക്കോട ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ബ്രെഡ് പോക്കറ്റ്, പിന്നെ 2 ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു, അവക്കാഡോ ജ്യൂസും അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസും. പിന്നെ അതുകൂടാതെ ഡേറ്റ്സ്, പിന്നെ നോർമൽ വാട്ടർ. നമ്മൾ നോമ്പ് മുറിക്കുന്നത് ഡേറ്റ്സും നോർമൽ വാട്ടറും വെച്ചിട്ടാണല്ലോ, അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്, കട്ട് ഫ്രൂട്ട്സിൽ ഗ്രേപ്സ്, വാട്ടർമെലൺ, അതുപോലെ തന്നെ മുസമ്പി, അങ്ങനെ ഐറ്റംസ് എല്ലാം. അപ്പോൾ നമ്മളിതാ നോമ്പ് തുറക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വളരെ ഈ പുഡിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. വളരെ യമ്മി ആയിട്ടുള്ള, വളരെ ഈസിയാണ്, റെസിപ്പി വളരെ ഈസിയാണ്. അപ്പം ഞാൻ അവളോട് ഈ പുഡിങ് അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവളോട് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച്, നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാൻ ഒരു ദിവസം റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും, മൗത്ത് വാട്ടറിങ്, അത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നോമ്പ് തുറന്ന് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പോൾ ഞാനൊന്ന് കിച്ചണിലേക്ക് കയറിയിട്ട് അവൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ്, ഇഫ്താറിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മെയിൻ കോഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറി. പിന്നെ ആദ്യം കാണിച്ചത് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പരിപ്പ് കറി. ഇത് പിന്നെ അവളുടെ സ്പെഷ്യൽ ഗീ റൈസാണ്. അപ്പോൾ ഇതിൽ ക്യാരറ്റും അതുപോലെ തന്നെ ഫ്രൈഡ് ഒണിയനും ഒക്കെ ചേർത്തിട്ട് അതാണ് ഫ്രൈഡ് ഒണിയൻ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഗീ റൈസിന് പ്യുവർ വൈറ്റ് അല്ലാതെ ഒരു കളർ ചേഞ്ച് രീതിയിൽ നിൽക്കുന്നത്. പിന്നെ പിക്കിള്, പിന്നെ കേട്, നമ്മുടെ റൈത്ത പോലെ കേട്, പിന്നെ പപ്പടം, ചിക്കൻ ഫ്രൈ. അങ്ങനെ ഇന്ന് ശരിക്കും നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് മെയിൻ കോഴ്സായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നത് ഗീ റൈസ് ആൻഡ് കോംബോ ആണ്. ഗീ റൈസിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് തന്നെയാണ് റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടേബിളിലേക്ക് മാറ്റിയതിന് ശേഷം കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, ഏകദേശം വിശപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 9:30, 10 അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വിശേഷങ്ങൾ, നമ്മുടെ ഡിലീഷ്യസ് ഡിഷസ് ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ സ്നാക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്നാക്കായിട്ട് ഇന്ന് റെഡിയാക്കിയിരുന്നത് എഗ് പപ്സും അതുപോലെ തന്നെ ഒരു വെജ് പക്കോടയും അതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റൊക്കെ ആയിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് റെഡിയാക്കിയിരുന്നത് ഗീ റൈസ് കോംബോ ആയിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ഫുൾ ഗീ റൈസ് കോംബോ ആയിരുന്നു. അപ്പം ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ പുഡിംഗ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലത്തെ എൻ്റെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. റമദാൻ ഡേ 9 എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡിലീഷ്യസ് ഡിഷസ്, അപ്പോൾ അവളുടെ ഡിലീഷ്യസ് ടേസ്റ്റി ഡിഷസ് എല്ലാം വളരെ ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.